ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് എന്ന് വന്നിരിക്കുന്നത് ഇതേ കണ്ട, നമ്മളിവിടെ ഇന്നലെ വന്നൊരു വണ്ടിയാണ്. വണ്ടി ഒരു മേജർ ആക്സിഡൻ്റ് ആയിരുന്നു, ഫുൾ ടോട്ടൽ ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടി ഫുള്ളായിട്ട് തന്നെ ബിൽഡ് ചെയ്തെടുക്കണം. പഴയ വാഹനങ്ങളും പുതിയ വാഹനങ്ങളും തമ്മിലുള്ള വ്യത്യാസം, വണ്ടി ഇടിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് അധികം ഡാമേജും കാര്യങ്ങളൊന്നും സംഭവിച്ചിരുന്നില്ല, പക്ഷേ അതിൻ്റെ അകത്തിരിക്കുന്ന ആൾക്കാർക്ക് ഡാമേജും കാര്യങ്ങളൊക്കെ സംഭവിച്ചിരുന്നു. അത് വേറെ ഒന്നല്ല, ഇപ്പോഴത്തെ വാഹനങ്ങളുടെയും പഴയ വാഹനത്തിൻ്റെയും ഡിസൈനിൽ വരുന്ന വ്യത്യാസങ്ങളാണ്. ഇപ്പോഴത്തെ വാഹനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വാഹനം ഫ്ലെക്സിബിളായിട്ട് അതിൻ്റെ പാനലുകളും കാര്യങ്ങളൊക്കെ കണ്ട ഈ രീതിയിൽ മടങ്ങി കൊടുക്കും. പഴയ വാഹനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ വാഹനത്തെ ഈ രീതിയിൽ ഇടിക്കും, ഇപ്പോഴത്തെ വാഹനങ്ങൾ ഈ ഒരു രീതിയിൽ ഇടിക്കുക. മാക്സിമം ഇമ്പാക്റ്റ് അകത്ത് ഇരിക്കുന്ന ആൾക്കാർക്ക് കുറവ് കൊടുക്കാവുന്ന രീതിയിലുള്ള ആക്സിഡൻറ്റിങ് കാര്യങ്ങളൊക്കെയാണ് സംഭവിക്കാം. എന്നും പറഞ്ഞ് നമുക്കത് അതിനോട് എന്നിട്ട് പറയാം ഫുള്ളായിട്ട് 100% സേഫ്റ്റി ഒന്നും പറയാൻ പറ്റില്ല. മരണം വരെ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു വാഹനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് തന്നെ നമ്മളെ റൂഫും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് താഴ്ത്തിക്ക് ഇരുന്ന് പോയ അവസ്ഥയിലാണ്. ഫുൾ ടോട്ടൽ ലോസാണ്. ചെയ്സ് പെൻഡുണ്ടോ നമുക്കറിയില്ല. നമ്മൾ ആദ്യം ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വീലും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം വണ്ടി ഫുള്ളായിട്ട് വീൽ പുറത്താക്കിയതിന് ശേഷം എൻജിൻ കാര്യങ്ങളൊക്കെ റണ്ണിങ് കണ്ടീഷൻ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളിതിൻ്റെ ബോഡി കട്ട് ചെയ്ത് മാറ്റി ഹാഫ് ബോഡി സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇന്നർ അയച്ചതിന് ശേഷം അതിൻ്റെ ഇന്നറിലുള്ള ഭാഗങ്ങളിൽ എന്തെങ്കിലും മേജർ ഡെൻറ്റോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അതിനനുസരിച്ച് ഫ്രെയിമുകൾ കട്ട് ചെയ്തിട്ട് നമ്മൾക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരും. വേണ്ട എ ഫില്ലർ, ബി ഫില്ലർ, സി ഫില്ലർ, ക്വാർട്ടർ പാനലടക്കം പോയി. ഫുൾ ടോപ്പ് റൂഫ് ഫുള്ളായിട്ട് തന്നെ പോയി. ഇന്നറിൽ നോക്കുകയാണെങ്കിൽ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ അതേപോലെ ഡോർ പാഡും കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല. ഇത് തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ബോണറ്റുമേക്കാണ് ഇമ്പാക്റ്റ് വന്നത്. പക്ഷേ വണ്ടി എൻജിൻ ഭാഗങ്ങൾ സേഫായിട്ടാണ് തോന്നുന്നത്. ഇനി അയച്ചതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ സാധിക്കുള്ളൂ. ബാക്കിലേക്ക് ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ബാക്ക് കുത്തിയ കാര്യങ്ങളോ ഇപ്പോൾ അലൂമിനിയം കേസാണ് ഗിയർ ബോക്സിൽ വരുന്നത്. അതിനെന്തെങ്കിലും ഡാമേജും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അയച്ചതിന് ശേഷം അറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു വണ്ടി നമ്മൾ ഇപ്പോൾ ഞാൻ വന്നതാണ്. അപ്പോൾ ഇതിനിപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് തന്നെ വർക്ക് ചെയ്ത് എടുക്കണം. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ഇവിടെ ചെയ്സ് റീപ്ലേസ് ചെയ്സ് ഈ ഒരു ഭാഗത്ത് ഇമ്പാക്റ്റ് പറ്റിയിട്ടൊരു വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വണ്ടി ഇപ്പോൾ ചെയ്സ് ഫ്രെയിം കാര്യങ്ങളെല്ലാം അയച്ചു മാറ്റി ചെയ്സ് റീപ്ലേസ് ചെയ്യേണ്ട പണിയിൽ അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് കാണിച്ചു തരാം അതിൻ്റെ വർക്കിംഗ് പ്രോഗ്രസ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വർക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അടുത്തടുത്ത വ്ളോഗുകളിലൊക്കെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വന്നപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു എന്നുള്ളൊരു ടാക്സി വണ്ടിയാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളും വർക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്താം കേട്ടോ. ചെയ്സും പെൻഡ് ഉണ്ടാവോ? പെൻഡ് ഉണ്ടാവോ? ചെയ്സ് പെൻഡ് ഉണ്ടെന്ന് ഡൗട്ട് ഉണ്ട് കേട്ടോ. ഒരു 60% ഡൗട്ട് ചെയ്സ് പെൻഡ് ഉണ്ടെന്നാണ്. പിന്നെ ഇതിപ്പോൾ വായിച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്താലാണ് നമുക്ക് ഓരോ സ്റ്റേജ് എത്തിയാലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ സാധിക്കുള്ളൂ. ഇതിപ്പോൾ ലോവർ ആം റീപ്ലേസ് ചെയ്ത് ഇതിൻ്റെ വീല് ഇതൊക്കെ പെൻഡ് ഉണ്ടെന്നാണല്ലേ. സ്റ്റിയറിംഗ് റാക്ക് പൊട്ടിയിട്ടുണ്ടോ? ആ സൈഡിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ പോയിട്ടുണ്ടല്ലേ. അപ്പോൾ വീൽ പുറത്താക്കിയതിന് ശേഷം നമുക്കൊരു സ്റ്റാറ്റസ് എന്തായാലും എടുക്കാൻ സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടിന്യൂ നമുക്ക് അടുത്ത വ്ളോഗുകളിൽ ഞാൻ എൻ്റെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. വണ്ടി ഇവിടെ എത്തിയിട്ടുള്ളൂ ഇപ്പോൾ കേട്ടോ. ഓക്കെ, അവിടെ ഈ ഒരു വണ്ടി നമുക്ക് ബോഡി അയച്ചെടുക്കണം. എന്നിട്ട് ചെയ്സ് റീപ്ലേസ് ചെയ്യണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് അവിടെ ക്രോസ് അടിച്ചിട്ട് അതിനൊരു ടൂള് ഞങ്ങൾ ഉണ്ടാക്കി. അതിൻ്റെ ഈ സൈഡിനുള്ളിലേക്ക് പോയി വേണം കേട്ടോ. ഈ ഒരു സൈഡ് ഫുള്ള് ഇടിച്ച് ഉള്ളിൽ പോയി. അപ്പോൾ ചെയ്സ് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ചുരുണ്ട് പോയ അവസ്ഥയിലാണ്. ചെയ്സ് നമുക്ക് റീപ്ലേസ് ചെയ്യണം. അതൊന്ന് പൊക്കിച്ചോ. നീ അവിടെ ഓക്കെ അല്ലേ? അത് കുഴപ്പമൊന്നും കാണിക്കണ്ടല്ലോ. അത്ര ഹൈറ്റ് പോരാ. ഇവിടെ
ബോൾട്ട് കാണില്ല. എടുക്കാൻ പോയല്ലേ? ഇപ്പത്തെ ബോൾട്ടില്ല. സ്വരാജ് പോയിട്ടുണ്ട്. ബോൾട്ടല്ലേ? ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. വെച്ചിട്ടേ ആ ഫ്രെയിം വെച്ചിട്ട് പോവാ. ഇത് ഓടണം, ഓടി സെപ്പറേറ്റ് ആയിട്ട് ഒരു മിനിറ്റ് വെക്കണ്ട. പൊക്ക് പൊക്ക് പൊക്ക്, ചെറുതായിട്ട് പൊക്ക്. ഒരു മിനിറ്റ്, കുറച്ചുകൂടി പൊക്കണം. ആ ഓക്കെ. ഇത് കൊണ്ട് അവർ വരും, ജിസ്മിൻ വരും. അവിടെ മുട്ടിട്ടുണ്ട് ടയർ, അതാണ് പറഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല. അല്ല അതേ ഐഡിയ ഉണ്ട്. അത് നല്ല പവർ കൊണ്ട് വലിക്കണ്ട എല്ലാവരും. അപ്പൊ പോലും അതാണ് പറഞ്ഞത്, പവർ കൊണ്ട് വലിക്കും. എല്ലാവരും കൈ വെക്കണം, എല്ലാവരും കൈ വെക്കണം. അപ്പൊ അങ്ങോട്ട് പോകണം. കൈക്ക് ലോഡ് ഇങ്ങനെ ആക്കിട്ട് അങ്ങോട്ട് കൊടുക്കണം. എല്ലാവരും 2-3 അവിടെ വിട്ടിച്ചാ എല്ലാരും പിടിച്ചാ വിട്ടോ. ആ വയറ് ഇലക്ട്രിക്കൽ വയറ് മാറണം. അത് കുഴപ്പമില്ല, ഇവിടെ വെട്ടിക്കാൻ പറ്റുമോ? എല്ലാരും അങ്ങോട്ട് പോട്ടെ. ഞാൻ അങ്ങോട്ട് പോട്ടെ. ഓക്കെ, അത്രല്ലോ ടോപ്പാണ്. അത് മാക്സിമം ആണ്.
ഹോളോ ബ്രേക്ക് ആർക്ക് വരാം. അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. വീട്ടിൽ കൊണ്ടുവരണോ? ചോപ്പ കുത്തുമല്ലേ?